I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട്? യുവർ ഓണർ, ഹി ഈസ് ട്രൈയിങ് ടു. ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണ്. ഡേറ്റഡ് 14/8/2014. അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, Your Honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദം ഉയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2ഉം attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ the most elegant, most believable, most trustworthy witness in the profile. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ്, അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് 3 സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുമോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി. അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം. അസമയത്ത് ഈ പെൺകുട്ടി ഒന്നിലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും
ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട് അല്ലേ? അതെ. അസമയത്തൊരു പെൺകുട്ടി. ആ, ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് ഏ? അല്ല, ആ പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല, പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രിയല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ 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 എന്താണ് ഈ അസാധാരണം? അത് ആ അത് പിന്നെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാളൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം എന്താണ്? ഈ അസാധാരണം ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല, സാക്ഷി മൊഴികളെ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, എന്തിന് ബഹുമാനപ്പെട്ട കോടതിയെ പോലും വിശ്വാസമില്ല. പിന്നെ എന്താണാവോ മിസ്റ്റർ മുകുന്ദന് വിശ്വാസം? കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ കളൂര് ഇത്? ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ, വാദം മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹം ഹാജരാക്കിയതുപോലെ സാക്ഷികളുടെ ഒരു നീണ്ട പട്ടികയൊന്നും എനിക്കില്ല. ഒരൊറ്റ സാക്ഷി, ഒരേ ഒരു സാക്ഷി. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ കോടതിയിൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയിട്ടും കോടതി സാക്ഷികളെ ചോദിച്ചു. തെളിവുകളില്ല എന്ന് പറഞ്ഞ് ആ കേസ് എവിടെയും എത്താതെ പോയി. സ്വന്തം കാര്യത്തിൽ കിട്ടാതെ പോയ നീതിയെ മറന്നുകൊണ്ട് ഇന്നവൾ വന്നത് കോടതിയിൽ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല, മറിച്ച് കോടതിയിൽ എവിടെയോ ബാക്കിയുള്ള വിശ്വാസം കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുകുന്ദൻ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ ഇത് കോടതിയാണ്. ഇവിടെ ഈ കേസും മറ്റേത് കേസും പോലെയാണ്. അവളെ ഈ ലോകത്തു നിന്നും എന്നേക്കുമായി പറഞ്ഞയച്ചവരെ തിരിച്ചറിയുന്ന സാക്ഷിയുണ്ട്. ആ സാക്ഷി കണ്ട 3 പേർക്കും തൂക്കുകയർ വാങ്ങിക്കൊടുത്തിട്ടേ ഞാൻ ഈ കടം വിടൂ. മിസ്റ്റർ മുകുന്ദൻ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. ഇവിടെ തൂക്കുകയറും വാങ്ങിക്കൊടുക്കാനല്ല കോടതികൾ. പിന്നെ എന്തിനാണ് ഈ നാട്ടിൽ കോടതികൾ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ്സ്, ബട്ട് ഇത്തരം കേസുകളിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന് മാത്രമേ തൂക്കുകയർ വിധിക്കാൻ കോടതിക്ക് അധികാരമുള്ളൂ. ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊന്നിട്ടും അത് കോടതിക്ക് മുമ്പിൽ തെളിയിച്ചിട്ടും കോടതി പറയുന്നു അതിൽ അസാധാരണമായി ഒന്നുമില്ലെന്ന്. കഷ്ടം. അല്പം കൂടി ഭംഗിയായി പറഞ്ഞാൽ കോടതി തന്നെ പറയുകയാണ് ഇതൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണെന്ന്. അഡ്വക്കേറ്റ് മുകുന്ദൻ, തീർന്നില്ല. കോടതിക്ക് 100 കണക്കിന് കേസുകളിൽ ഒന്ന് മാത്രമാണത്. പക്ഷേ ഓരോ കേസിലെ ഓരോ പെൺകുട്ടിക്കും നഷ്ടപ്പെട്ടത് അവരുടെ ജീവിതമാണ്. ഇനി അത് സാധാരണമാണെന്നാണ് കോടതി പറയുന്നതെങ്കിൽ ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. വാട്ട് ഈസ് റയറസ്റ്റ് ഓഫ് റയറസ്റ്റ്? hey, you are crossing the limits. You cannot question the court and for that
I can enforce a code of conduct on you. അറിയില്ല യുവർ ഓണർ. കണ്ണടച്ചാൽ ഒരിക്കലും കണ്ണില്ലാത്തവന്റെ വിഷമം തിരിച്ചറിയില്ല. അവന് കണ്ണ് കാണാതാവൂ തന്നെ വേണം. ഇന്ത്യയിലെ ഒരു കോടതിയും ഒരു ജഡ്ജിയും സ്വന്തം മകൾക്ക് സംഭവിച്ച ഇത്തരം ഒരു കേസിന്റെ വിധി പറഞ്ഞിട്ടില്ല. അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തവണയല്ല, ഒരു 100 തവണ അവനെ തൂക്കിക്കൊല്ലാൻ ആ കോടതി വിധിച്ചേനെ. മിസ്റ്റർ മുകുന്ദൻ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. But as per the law, If the law has to change, yes, നിയമങ്ങൾ മാറണം. Because the Indian Constitution gives all the citizens the right to freedom and the right to life. ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ അന്യായ ഇടപെടലുകൾ നടന്നതായി കോടതിക്ക് വ്യക്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ ഡിഫൻസ് കൗൺസിലിന് തൃപ്തിയുള്ള ഒരു പുതിയ ടീമിനെ ഈ കേസ് ഏറ്റെടുക്കാൻ കോടതി നിർദ്ദേശിക്കുന്നു. 164 CRPC പ്രകാരം സാക്ഷികളുടെ മൊഴിയെടുത്ത് യഥാർത്ഥ പ്രതികൾക്കെതിരെയുള്ള വിവരങ്ങൾ കോടതിക്ക് മുമ്പാകെ നേരിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. മുഴുവൻ അന്വേഷണ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കണമെന്നും 1 മാസത്തിനുള്ളിൽ കോടതി അതിന്മേൽ വിധി പറയുന്നതായിരിക്കുമെന്നും ഇതിനാൽ അറിയിക്കുന്നു.